ചണ്ഡീഗഡിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കേന്ദ്രം. നിലവിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ ചുമതലയുള്ളത്. പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് തീരുമാനം. ചണ്ഡീഗഡിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ നോക്കുകയാണെങ്കിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ ചുമതലയുള്ളത്. എന്നാൽ പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് ഇപ്പോഴുള്ളൊരു തീരുമാനം. വിവരങ്ങൾ നൽകാനായി സജു തോമസ് ചേരുന്നുണ്ട്. സജു, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത്? എന്താണ് ചണ്ഡീഗഡിലെ അവസ്ഥ? ഇതിനോട് യോജിക്കുന്നുണ്ടോ? തന്നെ തീർച്ചയായിട്ടും ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായി ചണ്ഡീഗഡിനെ പ്രസിഡന്റിന്റെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചണ്ഡീഗഡിന്റെ ഇപ്പോൾ നിലവിൽ ചണ്ഡീഗഡിന്റെ അധികാര പരിധിയുള്ളത് പഞ്ചാബ് സർക്കാരിനാണ്. പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനെ വരിഞ്ഞു മുറുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്ന വലിയ വിമർശനമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് BJP അടക്കം ഇപ്പോൾ പഞ്ചാബ് BJP അടക്കം വലിയ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. വിവാദ ബിൽ എതിർപ്പിനെ, അതായത് ഈ വിവാദ ബില്ലിനെ എതിർത്തിരിക്കുകയാണ് BJPയും. ബിൽ പിൻവലിക്കണമെന്ന് BJP പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ജാക്കറും പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും ചണ്ഡീഗഡിനെ തലസ്ഥാനമാക്കി വേണം, അല്ലെങ്കിൽ തലസ്ഥാനമായി വേണമെന്ന് പഞ്ചാബ് അവകാശവാദം ഒക്കെ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വലിയൊരു വിവാദ ബില്ലുമായി കേന്ദ്രം മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ അധികാര പരിധിയിലേക്ക് ചണ്ഡീഗഡിനെ കൊണ്ടുവന്ന് ഒരു കേന്ദ്ര ഭരണമാക്കി ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കാൻ വേണ്ടിയുള്ള ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ അടക്കം വലിയ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചാബിലെ സർക്കാരിനെ, ആം ആദ്മി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്രത്തിൻ്റെത്. ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കൽ വലിയ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി.